കുറ്റകൃത്യം നടന്ന സ്ഥലത്തുണ്ടായിരുന്ന സാന്നിധ്യം ഉൾപ്പെടെയുള്ള സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബലാത്സംഗം, കൊലപാതകം എന്നീ കുറ്റങ്ങൾ ചുമത്തപ്പെട്ട കുറ്റാരോപിതൻ കേരള ഹൈക്കോടതിയിൽ ഒരു അപ്പീൽ സമർപ്പിക്കുകയുണ്ടായി. കൊലപാതകത്തിനിരയായ വ്യക്തി ഒരു വെള്ളച്ചാലിലാണ് കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെട്ടത്. സംഭവ സ്ഥലത്തിനടുത്ത് അപ്പീൽവാദിയെ കണ്ടെന്ന സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിലാണ് പ്രോസിക്യൂഷൻ കുറ്റം ചുമത്തിയത്. കേവലം കുറ്റകൃത്യം നടന്ന സ്ഥലത്തിനടുത്തുണ്ടായിരുന്ന സാന്നിധ്യം അക്കാര്യം സ്ഥിരീകരിക്കുന്ന തെളിവുകളുടെ അഭാവത്തിൽ കുറ്റം ചുമത്താൻ മതിയായ കാരണമല്ല എന്ന വാദമുയർത്തിയാണ് അപ്പീൽവാദി കോടതിയെ സമീപിച്ചത്. പ്രോസിക്യൂഷൻ സമർപ്പിച്ച സാക്ഷിമൊഴികളും ഫോറൻസിക് റിപ്പോർട്ടുകളും പരിശോധിച്ച കേരള ഹൈക്കോടതി കേസന്വേഷണത്തിലെ പൊരുത്തക്കേടുകളും പോരായ്മകളും ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അപ്പീൽവാദിയെ കുറ്റകൃത്യവുമായി ബന്ധിപ്പിക്കാനുതകുന്ന DNA വിശകലനം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അയാൾ സംഭവസ്ഥലത്തുണ്ടായിരുന്നുവെന്ന് തെളിയിക്കുന്ന മൊബൈൽ ടവർ ലൊക്കേഷൻ വിവരങ്ങൾ ശേഖരിക്കപ്പെട്ടിരുന്നില്ല. അതുപോലെ തന്നെ ചില സാക്ഷിമൊഴികളുടെയും ഏതാനും തെളിവുകൾ വീണ്ടെടുക്കുന്നതിന്റെയും വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടത്തക്ക രീതിയിലുള്ളതുമായിരുന്നു. കുറ്റാന്വേഷണത്തിൽ, പ്രത്യേകിച്ചും ലൈംഗികാതിക്രമത്തിന്റെയും കൊലപാതകത്തിന്റെയും കേസുകളിൽ ശാസ്ത്രീയ തെളിവുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഒരാളുടെ മേലുള്ള കുറ്റം സ്ഥാപിക്കാൻ സാഹചര്യ തെളിവുകളെ ഉപയോഗിക്കാനാകും. എന്നാൽ അത്തരം തെളിവുകൾ പൂർണ്ണവും ഇടമുറിയാത്തതും കുറ്റാരോപിതന്റെ നിരപരാധിത്വത്തെപ്പറ്റിയുള്ള ഊഹാപോഹങ്ങളെ അകറ്റിനിർത്തുന്നതുമായിരിക്കണം. ദുർബലവും അപര്യാപ്തവുമായ സാഹചര്യ തെളിവുകളാൽ കുറ്റമാരോപിക്കപ്പെട്ടതുകൊണ്ട് കോടതി അപ്പീൽവാദിക്കെതിരെയുള്ള കുറ്റാരോപണങ്ങൾ റദ്ദു ചെയ്യുകയും അയാളെ കുറ്റവിമുക്തനാക്കുകയും ചെയ്തു. ചുരുക്കിപ്പറഞ്ഞാൽ, കേരള ഹൈക്കോടതിയുടെ അൻസാർ വി കെ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസിൽ 2024 KHC ഓൺലൈൻ 915 പ്രസിദ്ധീകരിച്ച വിധിപ്രകാരം ഫോറൻസിക് അല്ലെങ്കിൽ ശാസ്ത്രീയമായ തെളിവുകളുടെ പിൻബലമില്ലാത്ത കേസുകളിൽ സാഹചര്യ തെളിവുകളുടെ മാത്രം അടിസ്ഥാനത്തിൽ ഒരാളുടെ മേൽ കുറ്റം ചുമത്താൻ സാധിക്കില്ല. ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.